ക്ലിക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ ഒരു ക്ലിക്കിൽ നമുക്ക് എന്തായി ആ ഫോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ ക്രിയേറ്റ് ആയി. പെട്ടെന്ന് ഈ പേരെല്ലാം വെച്ചിട്ട് നമുക്ക് ഫോൾഡർ ആക്കി തരണം, അതിന് എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായിട്ടും വഴിയുണ്ട്. ഇത് ഇത്ര 12 എണ്ണമല്ലേ ഉള്ളൂ. ഇത് ഈസി പി സി ആണ്. ഇത് 12 അല്ല 100 അല്ല 200 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ തന്നെ നോക്കിക്കോ. ജസ്റ്റ് നമ്മളെ വേർഡ് ഉണ്ടല്ലോ, സോറി നോട്ട് പാഡ് ഉണ്ടല്ലോ, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ എന്തൊക്കെ എത്രയാണോ ഈ പേരുള്ളത് എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലൈനിൽ. ഓക്കെ, ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് ലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കിട്ടുന്നുണ്ടോ കറക്റ്റ്? ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താക്കാന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഓക്കെ MD എന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പേസ് ഇടുക. എന്നിട്ട് ഈ ഫയൽ സേവ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ സേവ് ചെയ്യും? സേവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊജക്റ്റ് എന്ന് എഴുതുക. പ്രൊജക്റ്റ് .bat ബാറ്റ് അടിക്കുക. എന്നിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എവിടെയാണോ ഫോൾഡേഴ്സ് വേണ്ട അവിടെ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫയൽ വരും. നമ്മൾ സേവ് ചെയ്ത ഫയലാണിത്, കണ്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ ഒരു ക്ലിക്കിൽ നമുക്ക് എന്തായി ആ ഫോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ ക്രിയേറ്റ് ആയി. ഇങ്ങനെ 10 അല്ല 12 അല്ല 15 അല്ല 100 ഫോൾഡേഴ്സ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈസിലി. ഓക്കെ, ഇതുപോലുള്ള രസകരമായ ടിപ്സിന് നമ്മളെ പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.